കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ദിയാഭവനിൽ ശ്യാമയാണ് മരിച്ചത്. ഭർത്താവ് രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിലീപ് ദേവസ്യയുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. ദിലീപ്, എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപർണ കാർത്തിക, ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് ദിയാഭവനിൽ ശ്യാമയെ പരിക്കേറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് രാജീവൻ നാട്ടുകാരെ സമീപിക്കുന്നത്. നാട്ടുകാരാണ് ആശുപത്രിയിൽ ശ്യാമയെ എത്തിക്കുന്നത്. സമയം തന്നെ ശ്യാമ മരിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി നാട്ടുകാർക്കൊരു സംശയം തോന്നി. നാട്ടുകാർ പോലീസിനെയും അതോടൊപ്പം തന്നെ ഡോക്ടറോടും കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ സമയത്ത് പോലീസ് രാജീവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം മുഴുവൻ തന്നെ രാജീവൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു രാജീവൻ ഉണ്ടായിരുന്നത്. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളിൽ നിന്നുമാണ് രാജീവനെ അറസ്റ്റ് നടത്തിയത്. ഒരു കൊലപാതകമാണെന്ന് ശാസ്താംകോട്ട പോലീസിന് മനസ്സിലാക്കുകയും ചെയ്തത്. രാത്രി 9:30 തന്നെ രാജീവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടുതൽ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് രാജീവിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. എന്തായാലും ശ്യാമയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആഭരണ. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.